പൗർണമിക്ക് ഇനി 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ക്ഷമിക്ക്. എനിക്കറിയാം, നന്ദനുള്ള അതേ സങ്കടം എനിക്കുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ. അടിപൊളി. തറയിലാണല്ലേ കിടപ്പ്? ഇവിടെ നിന്റെ കെട്ടും മട്ടും കഥാപ്രസംഗമൊക്കെ കണ്ടപ്പോ തോന്നി അമൃതയത്വം കഴിച്ച് സപ്രമഞ്ച കെട്ടിലാവും കെട്ടിലമ്മയുടെ കിടപ്പെന്ന്. ഇപ്പോഴാ നീ സെർവന്റ് ആയത്. ഹലോ ഹലോ ദേവി. ദേവി, ഞാൻ കേൾക്കുന്നുണ്ട്. എന്താ, ആരാ വന്നേന്നോ? എന്തിനോട് വന്നേ? എവിടെയും കാണുമല്ലോ, നമ്മുടെ ഉറക്കം തെറ്റിക്കാൻ ആരെങ്കിലും. വിട്ടുകൊടുക്കണ്ട, ശരിക്കും അങ്ങ് പറഞ്ഞോ. പിന്നല്ലാതെ, അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്തേ. ഇതേ മാന്യമായൊരു കുടുംബം. സെർവന്റ് ആണെങ്കിലും ഇവിടെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ പറ്റില്ല. നീ ആരെയും രാത്രി വിളിക്കുന്നേ? കാമുകനാണോ? കാമുകനോ? ഞാൻ എന്റെ ഭർത്താവിനെയാ വിളിക്കുന്നേ. നിനക്ക് ഭർത്താവോ? മുരളിയന് നിന്നെ കളഞ്ഞ് വേറെ കെട്ടിയില്ലേ? അവനൊരു കുഞ്ഞു ആവാൻ പോന്നു. നീ 2ാം കെട്ട് കെട്ടിയോ? 1ാം കെട്ട് തന്നെയാ. ആരെക്കാളും യോഗ്യനായ ഒരു ഭർത്താവിനെയാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. സുമുഖൻ, സുന്ദരൻ, സൽസ്വഭാവി, ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നവൻ. പിന്നെ ഞാനെന്ന് വെച്ചാ എന്റെ ഭർത്താവ് ചാവും. എന്റെ ഭർത്താവിനെ എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. എനിക്കും അങ്ങനെ തന്നെയാ. പാവം, സ്വപ്നം കണ്ട് വട്ടായി പോയല്ലേ? നീ സത്യം പറഞ്ഞാണോ നിന്റെ കല്യാണം കഴിഞ്ഞു? ആണെന്നേ. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വീട്ടിലിപ്പോ നിനക്കെന്താ എത്ര സ്വാതന്ത്ര്യം? അത് അറിയേണ്ട സമയത്ത് അറിയും. ഓരോന്നിനും അതിൻ്റെതായ സമയമില്ലേ? എന്തായാലും വീട്ടുജോലിക്കാരിയല്ലേ, ആ നിലയ്ക്ക് നിന്നാ മതി. ഓ ശരി. ദേവി, ഹലോ ഹലോ. ദേവി, പറഞ്ഞു വിടാ അവളെ. ഞാൻ അവിടെ വരണോ? അയ്യോ വേണ്ട. എന്റെ ഏട്ടാ, എന്ത് ചെയ്യാനാ? ഇതിപ്പോ നമ്മൾ സംസാരിക്കുന്നതേ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് വന്നതാ. ഏട്ടാ ഒന്ന് ഹോൾഡ് ചെയ്തേ. എന്റെ മീരെ, രാത്രി ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതേ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് വളരെ മോശമാ. നിന്റെ ഭർത്താവ് എങ്ങാനും എന്റെ കൺമുന്നി വരട്ടെ, അപ്പൊ ഞാൻ പറയാം ഇവിടെ ഇത്തിരി കൂടുതലാ നിനക്കെന്ന്. ഓ ശരി, ഗുഡ് നൈറ്റ്. മീരെ, ആ ഡോറൊന്ന് അടച്ചേക്ക്. ഹലോ. കാലക്കി.